പഞ്ചമാധ്യായം. പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. യദുക്തം ബ്രഹ്മവായുധമഗ്രാസീത് തദാത്മാനമേവ അവേദ അഹം ബ്രഹ്മാസ്മീതി തസ്മാത് തസ്സർവം അഭവത് ഇത്യേഷു അസ്യ മന്ത്രസ്യ അർത്ഥഃ. ബ്രഹ്മവ ഇദമിത്യാദി മധുകാണ്ഡേ ദീരിതം തദൈവ പൂർണ്ണമിത്യാദി വാക്യേന ഇഹ ഉപസംഹൃതം. ബ്രഹ്മവ ഇദമഗ്രാസീതെന്ന് മധുകാണ്ഡത്തിൽ വിശദമായി ചർച്ച ചെയ്തു. അവിടെ നമ്മൾ വിശദീകരിച്ചാണത്. അതേ കാര്യം തന്നെയാണ് ഇവിടെ സംഗ്രഹിച്ച് പറഞ്ഞു. പൂർണ്ണമതഃ പൂർണ്ണമിതം എന്നുള്ള ഈ മന്ത്രത്തിലൂടെ അവിടെ പറഞ്ഞ കാര്യത്തെ തന്നെ സംഗ്രഹിച്ചിരിക്കുകയാണ്. അവിടെ കൂടുതൽ വിശദീകരിച്ചു, ഇവിടെ സംഗ്രഹിച്ചു. ഈ വ്യത്യാസമേ ഉള്ളൂ. പറയുമ്പോൾ ഇതിവിടെ ഒരു പുതിയ വിഷയം അല്ല, പുതിയ വിഷയം ചർച്ച ചെയ്യുകയല്ല. ആണ് യദുക്തം ബ്രഹ്മവായുധമഗ്രാസി തദാത്മാനമേവാവേദം അഹം ബ്രഹ്മാസ്മീതി. അവിടെ പറഞ്ഞു അഗ്രേ പ്രബോധ പ്രാഗവീതം ശരീരസ്സം പ്രമാത്രാദിസാക്ഷിഭൂതം 9 ലക്ഷം ബ്രഹ്മേവാസി. ഇങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നതിന് മുമ്പ്, ബോധം ഉണ്ടാവണമെങ്കിൽ ശ്രുതി ശ്രവിക്കണം, അല്ലാതെ ബോധം ഉണ്ടാവത്തില്ല. അങ്ങനെ ഒരാൾ, ഈ തത്വത്തെ കേട്ട ഒരാൾ, ഈ തത്വത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടായി. അങ്ങനെ ഉണ്ടാകുന്നതിന് മുമ്പും അത് ബോധം ഉണ്ടായോ ഉണ്ടായില്ലയോ അതിലിവിടെ വ്യത്യാസമില്ല. ബോധം ഉണ്ടായാലും ശരി, ബോധം ഉണ്ടായില്ലെങ്കിലും ശരി, ഈ ശരീരസ്ഥനായിരിക്കുന്ന, ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊന്നിനെയാണോ അഹം എന്നുള്ള ബോധത്തിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് ആ പൂർണ്ണമായ പരിപൂർണമായ തത്വത്തെ തന്നെയാണ്. പിന്നെ ശ്രവണത്തിന്റെ ആവശ്യമുണ്ട്. അതിനെ അറിയുന്നു, പൂർണ്ണമായ തത്വത്തെ അറിയുന്നു, പക്ഷെ അത് പൂർണ്ണം എന്നറിയുന്നില്ല. വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ പൂർണ്ണം അധഃ പൂർണ്ണമിതം, അധഃ ഇതം ശബ്ദങ്ങളിലൂടെയും അത് തന്നെ പറയുന്ന ഒന്നാണ്. അധഃ എന്നുള്ളതുകൊണ്ട് അതിന്റെ പൂർണ്ണതയെ പറഞ്ഞു. അതറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അത് പൂർണ്ണമായിരിക്കുന്നു. പക്ഷേ ശ്രുതി എന്താ വിശേഷിച്ച് ചെയ്യുന്നത്? അത് വിശേഷിച്ച് ബോധിപ്പിക്കുന്ന എന്താണ്? ആ പൂർണ്ണത, പൂർണ്ണതത്വം എന്ന് പറയുന്നത് ഇതമാണ്. ഏതൊന്നിനെയാണോ അഹം എന്നറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. അതിനോട് പറഞ്ഞ് ശരീരസ്ഥം പ്രമാത്രാദി സാക്ഷിഭൂതം എന്നൂടെ പറഞ്ഞു. കാരണം ഇതാണ്, അല്ലെങ്കിൽ ഈ ശരീരത്തിൽ അറിയുന്നതാണ്. ശരീരത്തിൽ അറിയുന്നത് ഞാൻ എന്നറിയുന്നതാണ്. ഞാൻ എന്നറിയുമ്പോൾ അത് ശരീരത്തിൽ നിന്ന് വേർപെട്ടല്ല, ശരീരത്തോട് ചേർന്നാണ് അറിയുന്നത്. ഞാനെന്ന് തന്നെ അറിയുമ്പം തന്റെ മനസ്സും വികാരങ്ങളും വിചാരങ്ങളും എല്ലാം ചേർന്ന ഒന്നിനെയാണ് അറിയുന്നത്. അത് പൂർണ്ണമെന്ന് ഗ്രഹിക്കാൻ പ്രയാസമാണ്. കാരണം അത് ഞാൻ അറിയുന്നത് പോലെ അന്യനും അറിയുന്നുണ്ട്. ഞാനെന്നറിയുന്നു, അന്യൻ ഞാനെന്നറിയുന്നു, ഞാൻ നീ എന്ന ഭേദത്തോടുകൂടി അറിയുന്നു. അപ്പോൾ അതിനൂടെ വ്യക്തമാക്കുകയാണ്, അത് പ്രമാത്രാദി സാക്ഷിഭൂതം. അത്
ഒന്നുകൂടി പറയുന്നു ത്വംവദ ലക്ഷ്യം. ഞാനെന്നറിയുന്നു, ശരിയാണ്. ഞാനെന്നറിയുമ്പോൾ അതിനെ ഒരുപാട് പരിമിതികളോടുകൂടി അറിയുന്നു. പക്ഷെ അറിവിലൂടെ ലക്ഷ്യമാക്കുന്ന ഒന്നുണ്ട്. ഈ അറിവിനെ തന്നെ ഒന്ന് ശോധന ചെയ്താൽ, അതിനെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, അറിവിനെ ഒന്ന് ശുദ്ധമാക്കി കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലാക്കും ഈ വികാര വിചാരങ്ങളോടുകൂടി അറിയുന്ന അതല്ല അതിന് ലക്ഷ്യമായിരിക്കുന്നു. അതിലൂടെ ലക്ഷീകരിക്കുന്ന ഒന്നുണ്ട്. അതിലൂടെ ലക്ഷീകരിക്കുന്ന എന്താണോ പൂർണ്ണമായിരിക്കുന്നത് എന്ന് പറഞ്ഞത് ഏകരസമാണ്, ഏക സ്വഭാവമാണ്, സർവശരീരങ്ങളിലും ഏകരൂപത്തിൽ ചൈതന്യമായി അനുഭവപ്പെടുന്നതാണ്. അതിനെ തന്നെയാണ് അധഃ പൂർണ്ണം എന്ന് പറഞ്ഞത്. അത് ബ്രഹ്മാസ്മീതി തസ്മാത് തത് സർവം അഭവത് എന്നുകൂടി പറഞ്ഞു. അങ്ങനെ പൂർണ്ണമായിരിക്കുന്നത് ഈ ശരീരത്തിലൂടെയും സാധാരണ അറിയുന്നില്ലെങ്കിലും അറിയേണ്ടത് ആ പൂർണ്ണത്തെയാണ്. ആ പൂർണ്ണം തന്നെയാണ് എല്ലാമായി തീർന്നത്. ഞാനും നീയും പ്രപഞ്ചവും എല്ലാമായി തീർന്നത് ആ പൂർണ്ണം തന്നെയാണ് എന്നറിയണം. ഇവിടെ സർവത്ര തത്വത്തെ വെളിപ്പെടുത്തുകയാണ്. തത്വത്തെ വെളിപ്പെടുത്തുന്നത് ആ ശ്രോതാവിന് ആ തത്വത്തിന്റെ ബോധം ഉണ്ടാകുന്നതിന് വേണ്ടി. വ്യത്യാസമേ ഉള്ളൂ. തത്വത്തെ വെളിപ്പെടുത്തിയാലും വെളിപ്പെടുത്തിയില്ലെങ്കിലും ശ്രോതാവ് ആ തത്വം തന്നെയാണ്, പരമാർത്ഥ തത്വം തന്നെയാണ്. അതിലൊന്നും ഒരു മാറ്റമില്ല. പക്ഷെ ഇവിടെ ഒന്നും എന്താണ് പ്രബോധം, പ്രബോധ പ്രാഗപി എന്ന് പറയുന്നത്. പ്രബോധത്തിന് മുമ്പും അത് തന്നെയാണ്. പക്ഷെ അവിടെ വ്യത്യാസം വരുന്ന എന്താണ്? പ്രബോധം, ആ ബോധം ഉണ്ടാകുക. അതാണ് പറഞ്ഞത് ലക്ഷ്യം. എങ്ങനെ ബോധം ഉണ്ടാകണം? ഇപ്പോഴും ബോധം ഉണ്ടല്ലോ, തന്നെ കുറിച്ച് അറിയുന്നുണ്ട്, സർവം അഭവത്, സർവത്തെയും കുറിച്ചുള്ള ബോധമുണ്ട്. പക്ഷെ അതിന്റെ സാരമായി അറിയണം, ലക്ഷ്യമായി അറിയണം. ഈ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ തന്നെ പൂർണ്ണതയുണ്ട്. അതിൽ പൂർണ്ണത തന്നെ ഇവിടെ അപൂർണമായി അനുഭവപ്പെടുന്നു. ഇത്യേഷസ്യ മന്ത്രസ്യാർത്ഥ. ഇത് മുമ്പ് വിശദീകരിച്ചാണ്, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ അവിടെ മുഖ്യം എന്തിനാണ്? പ്രബോധം, ഇത് ഗ്രഹിക്കുക എന്നുള്ള കാര്യമാണ്. തത്ര ബ്രഹ്മ ഇത്യസ്യ അർത്ഥഃ പൂർണ്ണമത. അവിടെ ആദ്യം പറഞ്ഞപ്പോ മധുകാണ്ഡത്തിൽ ബ്രഹ്മവായുധമഗ്ര ആസീത് എന്ന് പറഞ്ഞു. അവിടെ ബ്രഹ്മശബ്ദം പറഞ്ഞു, ഇവിടെ പൂർണ്ണശബ്ദം പറഞ്ഞു. ഇവിടെ ബ്രഹ്മശബ്ദം പറഞ്ഞില്ല. ബ്രഹ്മത്തിന് പകരമാണ് ഇവിടെ പൂർണ്ണശബ്ദം പ്രയോഗിച്ചിരിക്കുന്നു. പൂർണ്ണമത എന്ന് പറഞ്ഞു. അത് രണ്ടും ഒന്ന് തന്നെയാണ്. ബ്രഹ്മമെന്ന് പറയാം, അങ്ങനെ തന്നെ പറയണമെന്ന് നിർബന്ധമില്ല. പൂർണ്ണമെന്നും പറയാം. അവിടെ ബ്രഹ്മമെന്നല്ലേ പറഞ്ഞത്, ഇവിടെ പൂർണ്ണമെന്നല്ലേ പറഞ്ഞെന്ന് അങ്ങനെ ചോദിക്കണ്ട. രണ്ടും ഒന്ന് തന്നെയാണ്. ഇതം പൂർണ്ണമിതി ബ്രഹ്മവാ ഇതമഗ്ര ആസീദിത്യസ്യർത്ഥം. ബ്രഹ്മ എന്ന് പറഞ്ഞു. പിന്നെ ഇതം അഗ്ര ആസീത് തദാത്മാനമേവ അവേദഹം ബ്രഹ്മാസ്മി. അതാണ് അടുത്ത് പൂർണ്ണം ഇത എന്ന് പറയുന്നു. ഇത് പൂർണ്ണമാണ്. അപ്പൊ അത് പൂർണ്ണമാണ്, ഇത് പൂർണ്ണമാണ്, അത് ഇത് എന്നുള്ളത്, അത് ഇത് എന്നുള്ള ഭേദം നിർദ്ദേശിക്കുന്നത് ആ ബോധം ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയെ പറയും. അതും ഇതും ഒന്നാണ് എന്നറിയുന്നു. ഈ ജഗത്തിന് കാരണമായിരിക്കുന്നതും ഏതെന്നാണോ ജഗത്തായി മാറിയതും അതും ഇപ്പോൾ ഇവിടെ ഈ ശരീരത്തിൽ പരിച്ഛിന്നമായിരിക്കുന്ന താൻ ഉൾപ്പെട്ട ഈ പ്രപഞ്ചം, ഇത് തത്വത്തിൽ വേറെയല്ല, ഒന്ന് തന്നെയാണ് എന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൽ ഇതം എന്നുള്ളതിനെ വ്യാഖ്യാനിക്കുന്നതാണ്
ഇതം അഗ്ര ആസീത് തദാത്മാനമേവ അവേദ അഹം ബ്രഹ്മാസ്മീതി. തന്നെ തന്നെ അവൻ അറിഞ്ഞു എന്നാണ് പറയുന്നത്. തത്സർവം അഭവത്. അതുകൊണ്ട് അവന് മനസ്സിലായി എല്ലാമായിരിക്കുന്നത് നാമരൂപാത്മകമായ ഈ പ്രപഞ്ചമായിരിക്കുന്നത് അത് തന്നെയാണ്. തത്വമസീത തത്വം അത് തന്നെയാണ്. തഥാചശ്രുത്യന്തരം ഈ കാര്യം തന്നെ വീണ്ടും പറയുന്നുണ്ട്. ഈ പറയുന്നതല്ല എന്താണ്? തത്വം ഒന്നാണ്. തത്വമസി എന്ന് പറയുന്നത് നമ്മൾ പറയും ജീവബ്രഹ്മ ഐക്യത്തെ പറയണമെന്ന് പറയും. രണ്ടും ഒന്നാണെന്ന് പറയണം. പൂർണ്ണമത പൂർണ്ണമിത എന്ന് പറയുന്നത് തത്വമസി പറഞ്ഞ അതേ കാര്യം തന്നെ. എന്താണ്? ജീവബ്രഹ്മ ഐക്യം. അത് തന്നെയാണ് പറയുന്നത്. അത് തന്നെ വേറെടുത്ത് പറയുന്നു. യദേവേഹ തദമുത്ര യദമുത്ര തദന്വേഹ. ഇവിടെ ജഗത് കാരണമായിരിക്കുന്ന തത്വം അങ്ങനെ അതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ജന്മാദ്യസ്യത ശാസ്ത്രയോനിത്വ. ഇവിടെയൊക്കെ ജഗത് കാരണമായ ഒരു തത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് തന്നെയാണ് തദനു ഇഹ യദേവേഹ തദമുത്ര. രണ്ടു തീരും പറയുന്നു. അത് തന്നെയാണ് ഇഹ ഈ ശരീരത്തിലിരിക്കുന്നത്. ബാഹ്യമായ നാമരൂപങ്ങളിലെല്ലാം പ്രകടമാകുന്നത് അത് തന്നെയാണ്. ജഗത്തിനെ എന്താണ് സൃഷ്ടിച്ചത് അത് തന്നെ ജഗത്തിൽ പ്രകടമാകുന്നു. ജഗത്തിന് എന്താണോ കാരണമായിരിക്കുന്നത് ജഗത്ത് തത്സ്വരൂപമായിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഈ ശരീരത്തിൽ എന്താണോ അനുഭവപ്പെടുന്നത് തദമുത്ര അത് തന്നെയാണ് പരമാർത്ഥം, പരമാർത്ഥ കാരണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് തന്നെ. അദ്വൈതത്തിൽ സാധാരണ പറഞ്ഞു വരുന്ന പ്രസിദ്ധമായ ഒന്നാണ് ജീവബ്രഹ്മ ഐക്യം. ഇത് രണ്ടും ഒന്നാണ്. ഏകരസം ഏകസ്വഭാവം. അക്കാര്യമാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. അധശബ്ദവാച്യം പൂർണ്ണം ബ്രഹ്മ തദവൈതം പൂർണ്ണം കാര്യസ്ഥം നാമരൂപ ഉപാധി സംയുക്തം അവിദ്യ ഉദ്രിക്തം. പിന്നെ ഇതിങ്ങനെ ഉദ്രിക്തമായിരിക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ അനുഭവത്തിന് വിഷയമായിരിക്കുന്നു, പ്രകടമായിരിക്കുന്നു, പ്രതീതമായിരിക്കുന്നു എന്നെല്ലാം പറയാം. എന്തുകൊണ്ട്? അവിദ്യ കൊണ്ട്. എങ്ങനെ? നാമരൂപ ഉപാധി സംയുക്തം. നാമരൂപ ഉപാധികളോടുകൂടി ചേർന്ന് ഞാൻ എന്നിങ്ങനെ ഞാൻ പുരുഷനാണ്, ഞാൻ സ്ത്രീയാണ്, ഇത്തരത്തിൽ ഇതാണ് നാമരൂപ ഉപാധികളോടുകൂടിയിരിക്കുന്നത്. വിചാരങ്ങളോടുകൂടി അവിദ്യ കൊണ്ടിങ്ങനെ പ്രകടമായിരിക്കുന്ന ഈ ഭാവം, ജീവഭാവം, അതെവിടെ? കാര്യസ്ഥം, കാര്യകരണങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു, നാമരൂപങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. സർവത്ര ഇതിങ്ങനെ പ്രകടമാകുന്നു. ഏതത്? അതിനാണ് ഇവിടെ അധശബ്ദവാച്യം പൂർണ്ണം ബ്രഹ്മ. അധശബ്ദം കൊണ്ട് പറഞ്ഞ പൂർണ്ണത തന്നെയാണ്. അതിനെ തന്നെയാണ് മറ്റു സ്ഥലങ്ങളിൽ ബ്രഹ്മം എന്ന് പറയുന്നത്. അത് തന്നെയാണ് തദൈവ ഇദം പൂർണ്ണം. ഈ ശരീരസ്ഥിതമായിരിക്കുന്ന ആ പൂർണ്ണത തന്നെയാണ്. ഇവിടെ സർവത്ര ബോധിപ്പിക്കുന്നത് പൂർണ്ണതയെക്കുറിച്ചാണ്. ആ പൂർണ്ണതയെ ബോധിപ്പിക്കുന്നില്ല.